പരിശുദ്ധമായ ഹറം ഷരീഫിൻ്റെ മനോഹരമായ കാഴ്ചയാണിത്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മത്താഫിൽ നമ്മളെ ഫെലിസ്കോയുടെ ടീം അതാ മഞ്ഞ കളർ പോണ വളരെ നല്ലൊരു വ്യൂ ആണ്. മഗ്രിബ് നിസ്കരിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ്. പരിശുദ്ധമായ കഅബ. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസ് ലല്ലദീ ബി ബക്കത്ത മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. നോക്കൂ, ഇപ്പം കഅബയുടെ ഈ അണ്ടർഗ്രൗണ്ടിൽ കഅബയുടെ പരിസരത്ത് ഇപ്പോൾ പുരുഷന്മാർ മാത്രമാണ്. കാരണം ജമാഅത്തിൻ്റെ സമയത്ത്, നിസ്കാരത്തിൻ്റെ സമയത്ത് അവർക്ക് മാത്രമാണ് അവസരമുള്ളത്. നോക്കൂ, മനോഹരമായ മസ്ജിദുൽ ഹറാം, അതിൻ്റെ ചുറ്റുഭാഗത്തും അതിൻ്റെ മുകളിലെ കാഴ്ചയാണിത്. തവാഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 hours പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ തവാഫ് 24 മണിക്കൂർ നടക്കും. അതിൽ ഒഴിവുള്ള സമയം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ സമയം മാത്രമാണ്. ഒഴിവുള്ള സമയം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ സമയം മാത്രമാണ്. പരിശുദ്ധ കഅബാലയത്തിൻ്റെ ഈ മൂല റുക്കുനുൽ യമാനിയാണ്. അത് തൊട്ടുമുത്തൽ സുന്നത്തുള്ള കാര്യമാണ്. തൊട്ടപ്പുറത്ത് പരിശുദ്ധമായ റുക്കുനുൽ ഹജറുൽ അസ്വദ്, തവാഫിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഹജറുൽ അസ്വദാണ്. അതുപോലെ ഹജറുൽ അസ്വദും പരിശുദ്ധമായ മഖാം ഇബ്രാഹിമാണ് ആ കാണുന്നത്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന റുക്ന വൽ മഖാം യാഖൂതത്തും യവാഖീത്തിൽ ജന്ന. ഹജറുൽ അസ്വദും മഖാം ഇബ്രാഹിമും അത് സ്വർഗത്തിൻ്റെ മാണിക്യത്തിൽപ്പെട്ട ഒരു മാണിക്യമാണെന്നാണ്. ആരെങ്കിലും ഹജറുൽ അസ്വദ് ചുംബിച്ചു, അല്ലെങ്കിൽ അത് ഇസ്തിസ്ലാം ചെയ്തു, അല്ലെങ്കിൽ അതിനെ തടവി, എന്നാൽ അയാൾക്ക് വേണ്ടി നാളെ ആ ഹജറുൽ അസ്വദ് സാക്ഷ്യം വഹിക്കുമെന്നാണ്. അവിടെ ആ ഭാഗം കണ്ടോ നിങ്ങൾ? അവിടെ തടം പോലെ, അത് ഹിജ്റു ഇസ്മായിലാണ്. കഅബയുടെ ആ ഭാഗത്ത് നിലനിൽക്കുന്ന ആ ഒരു വെള്ള മാർബിളിൽ തീർത്ത ആ റൗണ്ടിലുള്ള ആ തടം, അതാണ് ഹിജ്റു ഇസ്മായിൽ. മഹാനായ സയ്യിദുനാ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും ഹാജർ ബീവിയുടെയും ഖബർ അതിൻ്റെ അകത്താണെന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ പരിശുദ്ധമായ കഅബയുടെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലമാണ്. നോക്കൂ, മനോഹരമായ മഗ്രിബ് നിസ്കരിച്ച കാഴ്ച. ഹറമിൽ എപ്പോഴും തിരക്കാണ് കേട്ടോ, മാഷാ അല്ലാഹ്. ആളുകൾ ഹജറുൽ അസ്വദ് ചുംബിക്കാനുള്ള ആ തത്രപ്പാടിലാണ്, തിരക്കിലാണ്. ചുറ്റുഭാഗം ഈ കാണുന്ന ഈ മനോഹരമായ പള്ളി, ഇത് മസ്ജിദുൽ ഹറാമാണ്. പരിശുദ്ധ ഖുർആൻ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് പറഞ്ഞ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിൻ്റെ മിനാരമാണ്, മനോഹരമായ മിനാരം. ആ വ്യൂ ആണ് ഈ കാണുന്നത്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൻ്റെ തൊട്ടടുത്ത് ആ കിഴക്ക് വശത്ത് കാണുന്ന ജബൽ പർവ്വതമാണ് ജബൽ അബി ഖുബൈസ് പർവ്വതം. അവ്വലു ജബലിൻ ഫിൽ അർദ്, ഭൂമിയിലെ ആദ്യത്തെ മലയാണ് ജബൽ അബി ഖുബൈസ്. ആ ജബൽ അബി ഖുബൈസ് മലയുടെ മുകളിലുള്ള ആ കെട്ടിടമാണ് പാലസ്. ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ വന്നാൽ താമസിക്കുന്ന ആ കെട്ടിടമാണ് ഇവിടുത്തെ കൊട്ടാരം. അപ്പോൾ ജബൽ അബി ഖുബൈസ് മലയുടെ മുകളിലാണ് ഇന്ന് കൊട്ടാരമുള്ളത്. അവിടെ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മളെ വിളിച്ചത്. അവിടെയാണ് ഹജറുൽ അസ്വദ്, അത് തൂഫാനിൽ നശിച്ചു പോയ ഹജറുൽ അസ്വദിനെ അല്ലാഹു തആല സംരക്ഷിച്ചത്. അതുകൊണ്ട് ജബലുൽ അമീൻ എന്ന ആ മഹാപർവ്വതത്തിന് പേരുണ്ട്. അതുപോലെ ആ പർവ്വതത്തിൻ്റെ മുകളിലാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഖബർ എന്ന് പറയപ്പെടുന്നു. അതിന് ഒരുപാട് പ്രത്യേകതയുള്ള. അവിടെ നിന്നാണ് ചന്ദ്രൻ പിളർത്തിയത്. ആ രംഗം നമ്മുടെ നാട്ടിലെ ചേരമാൻ പെരുമാൾ കണ്ടതും ജബൽ അബി ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തിയ കാഴ്ച കണ്ട സ്ഥലമാണ്. നോക്കൂ, ഇതാണ് മത്വാഫ്. തവാഫ് ചെയ്യുന്ന ഈ സ്ഥലമാണ് മത്വാഫ്. തവാഫ് ചെയ്യുന്ന സ്ഥലമാണ്. അതൊക്കെ മത്വാഫാണ്. ഇവിടെയും തവാഫ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ തവാഫ് ചെയ്യുമ്പോൾ ഇഹ്റാമിൻ്റെ വേഷം വേണ്ട. സുന്നത്തായ തവാഫുകൾക്ക് ഇഹ്റാമിൻ്റെ വേഷം ആവശ്യമില്ല. ഇഹ്റാമിൻ്റെ വേഷത്തിൽ വന്ന് തവാഫ് ചെയ്യേണ്ടത് ശേഷം സൈയുള്ള അഥവാ ഉംറയുടെ തവാഫാണ്. ആ ഉംറയുടെ തവാഫ് മാത്രമല്ല, ഇന്നിപ്പം ഹറമിലെ പരിശുദ്ധ കഅബാലയത്തിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഇഹ്റാമിൻ്റെ വേഷം വേണം. പക്ഷെ കോവിഡിൻ്റെ മുമ്പ് അങ്ങനെയല്ല. എല്ലാവരും അവിടെ കയറിയിരുന്നു. വീൽ ചെയർ അടക്കം കാലിനിങ്ങനെ ടച്ച് ചെയ്യുമായിരുന്നു ഈ മത്വാഫിൽ. മാത്രമല്ല, ഈ മത്വാഫിൽ ഒരു മേൽപ്പാലം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്, ഒരു മേൽപ്പാലം. അതിലൂടെയൊക്കെ തവാഫ് ചെയ്ത്